PSG വിടും എന്ന് പ്രഖ്യാപിച്ച കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ തന്നെയാണെന്ന് റിപ്പോർട്ട് വരുന്നു. യൂറോ കപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നാണ് അറിയുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ, കിലിയൻ എംബാപ്പെ എവിടെയാണ് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് SKN. വർത്തമാന ഫുട്ബോളിലെ ഏറ്റവും സൂപ്പർ താരമാണ് കിലിയൻ എംബാപ്പെ. ചെറിയ പ്രായത്തിൽ തന്നെ ഫ്രാൻസിനെ ലോകകപ്പ് ജേതാക്കളാക്കി, ലോക ഫുട്ബോൾ ഗോൾ നേടി അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ. അപ്പോൾ ആ കിലിയൻ എംബാപ്പയ്ക്ക് പിന്നിലായി കുറേ കാലമായി റയൽ മാഡ്രിഡ് ഉണ്ട്. അദ്ദേഹം നിലവിൽ PSG താരമാണ്. 2017-18 സീസണിൽ മൊണോക്കോയിൽ നിന്നാണ് അദ്ദേഹം PSG എത്തിയത്. ക്ലബിൻ്റെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോറർ ആവാൻ അദ്ദേഹത്തിന് വലിയ സമയം വേണ്ടി വന്നിട്ടില്ല. 305 മത്സരങ്ങളിൽ നിന്ന് 255 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ കഴിഞ്ഞ സീസണിൽ തൊട്ടേ അദ്ദേഹത്തിന് ക്ലബ്ബ് മാറ്റം ആഗ്രഹിച്ചിരുന്നു. ക്ലബ്ബ് മാറുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു. പിന്നീട് അത് വലിയ വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. ഒടുവിൽ ഇത്തവണ അദ്ദേഹം ക്ലബ്ബ് മാറുമെന്ന് ഏതാണ്ട്, അല്ലെങ്കിൽ അത് ഉറപ്പിച്ചു തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സീസണിനൊടുവിൽ താൻ ക്ലബ്ബ് വിടും. ഇനി അടുത്തത് എവിടേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കുറേ കാലമായി, ഒരുപക്ഷെ 2017 മുതൽ തന്നെ റയൽ മാഡ്രിഡ് എംബാപ്പയ്ക്ക് പിന്നിലുണ്ട്. പല ഓഫർ വെച്ചു. കഴിഞ്ഞ സീസണിൽ പോലും 200 ദശലക്ഷം യൂറോയുടെ വമ്പൻ ഓഫറൊക്കെ തന്നെ വെച്ചതാണ്. പക്ഷേ അതൊന്നും തന്നെ PSG ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇനി അറിയാൻ േണ്ടത് നിമിഷങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ യൂറോ കപ്പിന് തൊട്ടു മുമ്പായി തന്നെ എംബാപ്പെ റയൽ മാഡ്രിഡുമായുള്ള കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രശസ്ത ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ ട്വീറ്റ് ചെയ്യുന്നത്. മറ്റു ഫുട്ബോൾ പണ്ഡിറ്റ്സും ഒക്കെ തന്നെ ഇത് തന്നെയാണ് പറയുന്നത്. എംബാപ്പയും പറഞ്ഞിരുന്നു യൂറോ കപ്പിന് പോകുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ മനസ്സ് ശാന്തമായിരിക്കണം, അതിനു മുമ്പ് തൻ്റെ പുതിയ തട്ടകമേത് എന്ന കാര്യത്തിലൊക്കെ തനിക്ക് ഒരു തീരുമാനമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ എംബാപ്പെ പറഞ്ഞിരുന്നു. എന്തായാലും റയൽ മാഡ്രിഡ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പുതിയ ഇടം എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഏതെങ്കിലും ഇംഗ്ലീഷ് ക്ലബ്ബുകൾ അദ്ദേഹത്തെ റാഞ്ചാൻ വരുമോ എന്ന് മാത്രമാണ്, അവസാന നിമിഷം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമോ മാത്രമാണ് അറിയാനുള്ളത്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.